ഒരു കൊലപാതകമോ കവർച്ചയോ നടത്തി തെളിവ് നശിപ്പിച്ചാൽ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പോലെ തെളിവ് എവിടെയെങ്കിലും അവശേഷിക്കാം. പ്രതികളുടെ അതിബുദ്ധിയാകാം ചിലപ്പോൾ അവരെ കുരുക്കിലാക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം തെളിയിക്കപ്പെട്ട പല കൊലക്കേസുകളിലും സംഭവിച്ചത് ഇതാണ്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ്റെ തിരോധാന കേസ് പോലീസ് 1.5 വർഷത്തോളം അന്വേഷിച്ചു. ഒടുവിൽ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തി മൃതദേഹം തമിഴ്നാട്ടിലെ വനപ്രദേശത്ത് കുഴിച്ചു മൂടിയതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ദൃശ്യം മോഡൽ കൊലപാതകത്തിൽ വഴിത്തിരിവായത് ഒരു ഫോൺ കോളും പെൺസുഹൃത്തിൻ്റെ വെളിപ്പെടുത്തലുമാണ്. ആ കേസാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. മാർച്ച് 20 കോഴിക്കോട് നഗരത്തിൽ വാടകയ്ക്ക് താമസിച്ച് ചിട്ടി നടത്തിയിരുന്ന ഹേമചന്ദ്രന് ഒരു ഫോൺ കോൾ വന്നതിൽ തുടങ്ങിയ ചതിയാണ്. പെൺസുഹൃത്ത് വിളിച്ചതനുസരിച്ച് കാറിൽ കയറിയ അയാളെ 2 അംഗ സംഘം കൊണ്ടുപോയത് വയനാട്ടിലെ ഒരാൾ താമസമില്ലാത്ത വീട്ടിലേക്ക്. അവിടെ വെച്ചുള്ള ക്രൂരമായ മർദ്ദനത്തിൽ കൊലപാതകം. സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഹേമചന്ദ്രൻ്റെ മൃതദേഹം കൊലയാളി സംഘം തമിഴ്നാട് ചേരമ്പാടി വനമേഖലയിലെത്തിച്ചു. അവിടെ കുഴിച്ചു മൂടിയ ശേഷം ദൃശ്യം മോഡലിൽ തെളിവ് നശിപ്പിക്കാനുള്ള നീക്കം. അതിനിടെ കുടുംബത്തിൻ്റെ പരാതിയിൽ ഹേമചന്ദ്രനെ കണ്ടെത്താൻ പോലീസ് പലയിടത്തും തിരച്ചിൽ നടത്തി. എന്നാൽ ഒരു തുമ്പും ലഭിക്കാതിരുന്ന കേസിൽ 1.5 വർഷത്തിന് ശേഷം വഴിത്തിരിവുണ്ടായിരിക്കുന്നു. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് നടത്തിയ കൊലപാതകമെന്നാണ് കണ്ടെത്തൽ. 3 പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. വിദേശത്തേക്ക് കടന്ന മുഖ്യപ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മായനാടിനടുത്ത് നടപ്പാലത്ത് വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്ന ഹേമചന്ദ്രനെ 2024 മാർച്ച് 20 കാണാതാകുന്നത്. പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് മെഡിക്കൽ കോളേജിന് സമീപം എത്തിച്ച ഹേമചന്ദ്രനെ 2 പേർ കാറിൽ കൂട്ടിക്കൊണ്ടുപോയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഹേമചന്ദ്രന്റെ ഭാര്യ സുബിഷ ഏപ്രിൽ 1 കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയതാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹേമചന്ദ്രന്റെ കോൾ റെക്കോർഡും സംഭവവുമായി ബന്ധപ്പെട്ടവർ എന്ന് കരുതുന്നവരുടെ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വഴിത്തിരിവുണ്ടായത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള ചേരമ്പാടി വനത്തിലാണ് ഹേമചന്ദ്രന്റേതെന്ന് കരുതുന്ന മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. കേരള, തമിഴ്നാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് സംഭവസ്ഥലത്ത് നിന്ന് മൃതദേഹം പുറത്തെടുത്തത്. കേസുമായി ബന്ധപ്പെട്ട് ബത്തേരി സ്വദേശികളായ ജ്യോതിഷ്, അജീഷ് എന്നിവർ പോലീസ് കസ്റ്റഡിയിലാണ്. മൃതദേഹം മറവു ചെയ്യാൻ സഹായിച്ച 2 പേരാണ് പിടിയിലായതെന്നാണ് സൂചന. വിദേശത്തേക്ക് കടന്ന മുഖ്യപ്രതി നൌഷാദ് എന്നയാൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. നൌഷാദാണ് തട്ടിക്കൊണ്ടുപോകലിന് നേതൃത്വം നൽകിയതെന്നാണ് വിവരം. നമുക്ക് 2 വർഷമായിട്ട് ഇവിടെ നമ്മളെ വാടകയ്ക്ക് കൂടിയാണ്. 2 വർഷമായിട്ടുള്ള നമ്മൾ പരിചയമുള്ളൂ. വേറെ ഏടിയോ സ്ഥലത്തുനിന്ന് കൂടെ വന്നായിരുന്നു. പിന്നെ അയാളല്ലായിരുന്നു എടുത്തത്, അമ്മയായിരുന്നു എടുത്തത്. അമ്മയും മകളെ കൊണ്ടുപോയ മരുമകനോടെയാണ് വാടകയ്ക്ക് എടുത്തത്. പിന്നെയാണ് അയാൾ വന്നത്. അയാൾക്ക് കർണാടകയിൽ ജോലിയാണെന്ന് അവർ പറഞ്ഞത്. അങ്ങനെ ഇടയ്ക്ക് വരും, പിന്നെ പോവും. ജോലി ഒരാഴ്ചയോടെ എന്നാൽ പോവും, പിന്നെ വരും. അങ്ങനെ പോയി ഒരു 4-5 മാസം 6 മാസത്തോളം ഇവിടെ നിന്നിട്ടുണ്ടാവും. ഇത്രയും ഉണ്ടല്ലോ ഏകദേശം. ഇല്ല ഞങ്ങൾ കണ്ടില്ല. നമ്മൾ രാവിലെ പോവും, പിന്നെ കണ്ടില്ല. ജോലിക്ക് പോണതിനെ കൊണ്ട് പിന്നെ കണ്ടില്ല. സാമ്പത്തിക പ്രശ്നമൊന്നും നമ്മളെ അറിവിലൊന്നുമില്ല. പിന്നെ അയാള് 1-2 ദിവസം ഇവിടുന്ന് ഫോൺ ചെയ്യുന്നത് കാണാം. അങ്ങനെ 2 മണിക്കൂർ ഒക്കെ ഫോൺ ചെയ്യും അയാള്. അങ്ങനെ ഒരു ദിവസം 1-2 ദിവസം കണ്ടിട്ടുണ്ട്. വേറെ ഒന്നും നമുക്ക് അയാളായിട്ട് ബന്ധമില്ല. കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ചെറിയ രീതിയിൽ ചിട്ടികൾ നടത്തിയ ആളായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇതിന്റെ ഭാഗമായി ഹേമചന്ദ്രൻ പലർക്കും പണം നൽകാനുണ്ടായിരുന്നു. അതേ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നിഗമനം. പണം ലഭിക്കാനുള്ള ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഹേമചന്ദ്രൻ മെഡിക്കൽ കോളേജിനടുത്തെത്തി. അതിനുശേഷം വാക്കുതർക്കമുണ്ടാകുകയും പണം തിരികെ നൽകുമെന്ന് ഹേമചന്ദ്രൻ പറയുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പണം നൽകാൻ ഹേമചന്ദ്രന് കഴിഞ്ഞില്ല. തുടർന്ന് പണം ലഭിക്കാനുള്ള 3 പേർ ഇയാളെ വയനാട്ടിലേക്ക് കൊണ്ടുപോകുകയും അവിടെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഇവർ എത്തിയപ്പോൾ ഹേമചന്ദ്രനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.
അതിനുശേഷം മൃതദേഹം തമിഴ്നാട്ടിൽ ചേരമ്പാടിയിലെ വനമേഖലയിൽ കൊണ്ടുപോയി കുഴിച്ചുമൂടി. പോലീസിനെ വഴിതെറ്റിക്കാനായി ഹേമചന്ദ്രന്റെ സിം മൂവരിൽ ഒരാൾ ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് ഈ സിം ഉപയോഗിച്ച് ഹേമചന്ദ്രന്റെ മകളെ ഫോണിൽ വിളിച്ച് താൻ മൈസൂരിലുണ്ടെന്ന് അറിയിച്ചു. അച്ഛൻ അവസാനമായി വിളിച്ചത് മൈസൂരിൽ നിന്നാണെന്ന് ഹേമചന്ദ്രന്റെ മകൾ പോലീസിനെ അറിയിച്ചതാണ് കേസിൽ നിർണായകമായത്. മൊബൈലിന്റെ CDR അടക്കം പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് 3 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. തുടക്കത്തിൽ കുറ്റം നിഷേധിച്ചെങ്കിലും കൂടുതൽ ചോദ്യം ചെയ്തതോടെ പ്രതികൾ നടന്നതെല്ലാം തുറന്നു പറയുകയായിരുന്നു. മാടാക്കര സ്വദേശി ജ്യോതിഷ് കുമാർ, വെള്ളപ്പന സ്വദേശി അജീഷ് എന്നിവരെ പ്രതികളാക്കി കേസെടുത്ത പോലീസ് വിദേശത്തേക്ക് കടന്ന മുഖ്യപ്രതി നൌഷാദിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി. തുടർന്ന് കോഴിക്കോട് കലക്ടറുടെ അനുമതി തേടിയ ശേഷമാണ് പ്രതികളുമായി പോലീസ് ചേരമ്പാടിയിലെത്തുകയും മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തത്. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ A. ഉമേഷ്, ഇൻസ്പെക്ടർ PK ജിജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ അന്വേഷണമാണ് കേസിന്റെ ചുരുളഴിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണർ T. നാരായണൻ, DCP അരുൺ K. പവിത്രൻ തുടങ്ങിയ ഉദ്യോഗസ്ഥരാണ് കോഴിക്കോട്ടെയും വയനാട്ടിലെയും അന്വേഷണം ഏകോപിപ്പിക്കുന്നത്. കൊല്ലപ്പെട്ട ഹേമചന്ദ്രന്റേത് തന്നെയാണോ മൃതദേഹം എന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധന നടത്തും. ന്യൂസ് 18 വയനാട്. കൊല്ലം കടപ്പാക്കട സ്വദേശിയായ വിഷ്ണുവിനെ അവൻ്റെ അച്ഛനും അമ്മയും വല്ലാതെ ലാളിച്ചു വളർത്തിയതാണ്. കുട്ടിക്കാലം മുതൽ പഠിക്കാൻ അതിസമർത്ഥൻ. പഠനശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലിയും ലഭിച്ചു. എന്നാൽ ഉയർന്ന ശമ്പളമുള്ള ആ ജോലി ഉപേക്ഷിച്ച് വിഷ്ണു തിരികെ എത്തിയതോടെയാണ് കുടുംബത്തിൻ്റെ ദുരിതകാലം തുടങ്ങിയത്. മാനസിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന മകൻ വീട്ടിൽ കലഹമുണ്ടാക്കുന്നത് പതിവായി. അമ്മ രമ മകളോടൊപ്പം തിരുവനന്തപുരത്തേക്ക് താമസം മാറിയെങ്കിലും അവനെ വിട്ടുപോരാൻ അച്ഛന് മനസ്സ് തോന്നിയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വിഷ്ണു വീട്ടിൽ വീണ്ടും വലിയ ബഹളമുണ്ടാക്കി. പിന്നീട് നാട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം അറിഞ്ഞത് ഒരു ദുരന്ത വാർത്തയാണ്. മകനെ കൊലപ്പെടുത്തിയ ശേഷം അഭിഭാഷകനായ അച്ഛൻ ശ്രീനിവാസപിള്ള തൂങ്ങി മരിക്കുകയായിരുന്നു. വിഷ്ണുവിൻ്റെ അമ്മ രമ തിരുവനന്തപുരത്ത് മകളോടൊപ്പമായിരുന്നു താമസം. അച്ഛനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് മകൾ വിദ്യ വീട്ടിലെത്തിയത്. വീടും ഗേറ്റും പൂട്ടിയിരുന്നു. പരിശോധിച്ചപ്പോൾ വീടിനുള്ളിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. ഉടൻ നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ഹാളിൽ രക്തം വാർന്ന നിലയിലായിരുന്നു വിഷ്ണുവിൻ്റെ മൃതദേഹം. മുറിയിലെ ഫാനിലാണ് ശ്രീനിവാസപിള്ളയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ശ്രീനിവാസപിള്ള ആത്മഹത്യ ചെയ്തു കാണുമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നെ എൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി വിളിച്ചു പറഞ്ഞു. അപ്പം ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ബാസിൽ സാഹിബ്. അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ന കണക്ക് വീട്ടിലെ വിഷ്ണുവിനെ അച്ഛൻ വെട്ടിക്കൊന്നിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഓടി വന്നപ്പം ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കാണ്. പെങ്ങളെ വിളിച്ചിട്ട് കാണാത്തതുകൊണ്ട് അവർ മതിൽ ചാടി ഇറങ്ങിയപ്പോഴാണ് കൺഫേം ആക്കിയത്. അപ്പോൾ ഇതുവരെ ഗേറ്റൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ആൾക്ക് നേരത്തെ മാനസിക അസ്വസ്ഥതയുള്ളേ വിഷ്ണു എന്ന് പറയുന്ന പയ്യന്. അപ്പോൾ അച്ഛൻ അഡ്വക്കേറ്റാണ്, നല്ല വ്യക്തിയാണ്. അച്ഛനെയും അമ്മയെയൊക്കെ ഉപദ്രവിക്കുമായിരുന്നു ആൾ. അതായത് ചെയിൻ സ്മോക്കറും സംസാരിക്കുകയാണെങ്കിൽ നിർത്തത്തില്ല, മണിക്കൂറുകളോളം സംസാരിക്കും. പിന്നെ ഇവിടെ കാണുന്ന ഈ ബോർഡുകളൊക്കെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ആൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. ഇവിടെ ഇങ്ങനത്തെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നു നമ്മളോട് തന്നെ പറയും. അപ്പം ടാക്സിന് വരുമ്പോൾ ഇത് കാണുമ്പം ടാക്സ് കൊടുക്കാനില്ല. കാര്യം ആളുടെ മാനസിക ഇതിന് വേണ്ടിയിട്ട് അച്ഛൻ ചെയ്യിക്കുന്നതല്ല. ഒരിക്കൽ കെട്ടിടത്തിൽ നിന്ന് എടുത്ത് ചാടി കാലൊക്കെ ഒടിഞ്ഞ് ഞാൻ വരുമ്പോൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കുമായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി അച്ഛനും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വിഷ്ണുവിൻ്റെ പഠനവും തുടർന്ന് SBIയിലെ ജോലിയുമെല്ലാം തമിഴ്നാട്ടിലായിരുന്നു. ജോലി രാജിവെച്ചാണ് നാട്ടിലേക്ക് എത്തിയത്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും നാട്ടുകാർ പറയുന്നു. ലൈഫ് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുള്ള ലൈഫല്ല. സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട്. വസ്തുക്കളൊക്കെ പലയിടത്തൊക്കെ കിടപ്പുണ്ട്. പിന്നെ പയ്യൻ വിഷ്ണു എന്ന് പറയുന്ന മകൻ ഇച്ചിരി മാനസിക രോഗിയാണ്. പിന്നെ എപ്പോഴും ചെയിൻ സ്മോക്കറാണ്. നിരന്തരം ബഹളമൊക്കെ ആണ് വീട്ടിൽ. നേരത്തെ ബാങ്ക് ജോലിയായിരുന്നു. അപ്പോൾ ബഹളമൊക്കെ ആണ്. സാറ് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് സാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ശ്രീനിവാസപിള്ള എന്ന് പറയുന്ന അദ്ദേഹം അഡ്വക്കേറ്റാണ്. അദ്ദേഹം പണ്ടോട്ടെ കോടതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം സഹിച്ചാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്.
എപ്പോഴെങ്കിലും തീരെ നിവൃത്തിയില്ലാതെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്തരം സാഹചര്യത്തിലേക്ക് സാർ മുതിർന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിവിധ സ്ഥാപനങ്ങളുടെ പേരിലുള്ള ബോർഡുകൾ വീടിന് ചുറ്റും വിഷ്ണുവിന്റെ താൽപര്യപ്രകാരം അച്ഛൻ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും പ്രവർത്തനമുള്ളതല്ല. വിഷ്ണുവുമായി വീട്ടുകാർ പ്രശ്നത്തിലായിരുന്നതായും നാട്ടുകാർ പോലീസിന് മൊഴി നൽകി. ഫോറൻസിക് വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിലെ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. ലഹരിയുടെ അമിത ഉപയോഗം കുടുംബങ്ങളിൽ വരുത്തുന്ന ദുരന്തങ്ങൾ നിരവധിയാണ്. ലഹരിയിലുണ്ടാകുന്ന തർക്കങ്ങൾ പോലും കൊലപാതകങ്ങൾക്ക് വഴിവെച്ചേക്കാം. കൊല്ലം പത്തനാപുരത്ത് കനാലിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന സംശയത്തിലാണ് പോലീസ്. പുന്നല സ്വദേശി അനിരുദ്ധനെ ഇയാളുടെ സഹോദരൻ മദ്യലഹരിയിൽ കൊലപ്പെടുത്തിയതാകാമെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹോദരൻ ജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംഭവത്തിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. കൊല്ലം പുന്നല കല്ലാമുട്ടം കിഴവറയിലെ കനാലിലാണ് മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയത്. കണ്ണങ്കര വീട്ടിൽ 52 വയസ്സുള്ള അനിരുദ്ധനാണ് മരിച്ചത്. കൊലപാതകമെന്ന സംശയത്തിൽ സഹോദരൻ കുചേലൻ എന്ന് വിളിപ്പേരുള്ള ജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിൽ ഉണ്ടായ തർക്കത്തിൽ ജയൻ അനിരുദ്ധനെ കൊലപ്പെടുത്തിയെന്നാണ് കരുതുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് മരിച്ച അനിരുദ്ധൻ. ഇയാൾ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നത് പതിവാണെന്ന് പോലീസ് പറയുന്നു. മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളും മുറിവുകളും ഉണ്ട്. പത്തനാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്ത ജയനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം മണ്ണന്തലയിൽ സഹോദരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ കുറ്റസമ്മതമൊഴി. ഷഹീനയെ കൊലപ്പെടുത്താനാണ് അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തതെന്നാണ് സഹോദരൻ ഷംഷാദ് പോലീസിനോട് വെളിപ്പെടുത്തിയത്. പിന്നീട് സുഹൃത്തുമായി ചേർന്ന് ആസൂത്രിതമായി സഹോദരിയെ വകവരുത്തുകയായിരുന്നു. പുരുഷ സുഹൃത്തുക്കളുമായി യുവതിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും അതാണ് പ്രകോപനത്തിലേക്ക് നയിച്ചതെന്നും പ്രതി വ്യക്തമാക്കി. അതിനിടെ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. സഹോദരി നിരന്തരമായി വീഡിയോ കോൾ ചെയ്തിരുന്നതാണ് കൊലയ്ക്ക് കാരണമായതെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതമൊഴി. വീഡിയോ കോളാണ് യുവതി ഭർത്താവുമായി പിണങ്ങാൻ കാരണമായത്. പലതവണ പറഞ്ഞിട്ടും യുവതി കേൾക്കാൻ തയ്യാറായിരുന്നില്ല. താമസിച്ച വീട്ടിൽ വെച്ച് കൊല്ലാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. അടുത്ത് വീടുള്ളതിനാൽ അവിടെ നടക്കില്ല എന്ന ബോധ്യത്തിൽ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കുകയായിരുന്നു എന്നും പ്രതി മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ട ഷഹീനയുടെ സഹോദരൻ ഷംഷാദ്, സുഹൃത്ത് വിശാഖ് എന്നിവരെയാണ് അപ്പാർട്ട്മെന്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ 21-നായിരുന്നു മണ്ണന്തലയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് പോത്തൻകോട് സ്വദേശിനി ഷഹീന കൊല്ലപ്പെട്ടത്. ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്ന ഷഹീനയ്ക്ക് മറ്റു പുരുഷന്മാരുമായുള്ള ബന്ധത്തെ ചൊല്ലി സഹോദരൻ ഷംഷാദുമായി തർക്കമുണ്ടായിരുന്നു. ചികിത്സയ്ക്ക് വേണ്ടിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സഹോദരിയെ ഇവിടെ എത്തിച്ചത്. മുൻകൂട്ടി കൊലയ്ക്ക് തയ്യാറെടുത്താണ് ഷംഷാദ് അപ്പാർട്ട്മെന്റിലെത്തിയത്. സമീപത്തെ അപ്പാർട്ട്മെന്റുകളിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയായിരുന്നു കൊല നടത്തിയത്. ഒറ്റപ്പെട്ട അപ്പാർട്ട്മെന്റായാൽ ശബ്ദം പുറത്ത് കേൾക്കില്ലെന്നായിരുന്നു പ്രതി കരുതിയത്. ഷഹീനയെ മർദ്ദിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് കൊന്നത്. തുടർന്ന് കൊലപാതകം മറച്ചുവെക്കാനും മൃതദേഹം മാറ്റാനും വേണ്ടിയുള്ള സഹായത്തിനാണ് സുഹൃത്തിനെ വിളിച്ചു വരുത്തിയത്. മണ്ണന്തലയിലെത്തിയ ചെമ്പഴന്തി സ്വദേശിയായ സുഹൃത്ത് വിശാഖ് കൊണ്ടുവന്ന മദ്യം ഇരുവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. സഹോദരനുമായി തർക്കമുണ്ടായ വിവരം തലേ ദിവസം അറിഞ്ഞ മാതാപിതാക്കൾ ഷഹീനയെ ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും
ഫോൺ എടുക്കാത്തതിനാൽ ഇവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ എത്തുകയായിരുന്നു. കിടപ്പുമുറിയിലെ കട്ടിലിന് താഴെ അബോധാവസ്ഥയിൽ കിടക്കുന്ന മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞുവെങ്കിലും ഷംഷാദും സുഹൃത്തും സമ്മതിച്ചില്ല. തുടർന്ന് അപ്പാർട്ട്മെന്റിന് പുറത്തിറങ്ങിയ ഷഹീനയുടെ പിതാവ് 108 ആംബുലൻസ് വിളിച്ച് വിവരം പറയുകയായിരുന്നു. ആംബുലൻസ് എത്തി ഷഹീനയെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ശരീരം തണുത്ത് മരവിച്ച നിലയിലാണെന്ന് വ്യക്തമായത്. തുടർന്ന് മണ്ണന്തല പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മുഖത്തും ശരീരത്തിലും ക്രൂരമായ മർദ്ദനമേറ്റാണ് കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 4 ദിവസത്തേക്കാണ് പ്രതികളെ മണ്ണന്തല പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. അമ്മയും പെങ്ങളുമുള്ള ആരെങ്കിലും സ്വന്തം വീട്ടിലേക്ക് സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി ലഹരി പാർട്ടി നടത്തുമോ? ഒരു കൊടും ക്രിമിനൽ പോലും ഇത്തരം തോന്നിയാസം ചെയ്യാറില്ല. തൃശൂർ മണ്ണുത്തിയിൽ യുവാക്കൾ പിറന്നാൾ ആഘോഷിക്കാൻ സുഹൃത്തുക്കളായ ഗുണ്ടാ സംഘത്തെ വിളിച്ചു കൊണ്ടുവന്നത് സ്വന്തം വീട്ടിലേക്കാണ്. നെല്ലങ്കര സ്വദേശികളായ അൽത്താഫ്, അഹദ് എന്നിവരുടെ ഉമ്മ ഇത് എതിർത്തതിൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. ആഘോഷത്തിനിടെ സംഘാംഗങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി. ഒടുവിൽ അമ്മയെ ഭീഷണിപ്പെടുത്തി. ഇതോടെയാണ് പോലീസിന്റെ രംഗപ്രവേശം. പിന്നെ സിനിമാ സ്റ്റൈൽ അടിയായിരുന്നു. പോലീസ് സ്റ്റേഷനിലും അക്രമം കാട്ടിയ സംഘത്തെ അറസ്റ്റ് ചെയ്തു. മണ്ണുത്തി നെല്ലങ്കരയിൽ അൽത്താഫ്, അഹദ് എന്നിവരുടെ വീട്ടിൽ പിറന്നാൾ ആഘോഷിക്കാനാണ് സുഹൃത്തുക്കളായ ഗുണ്ടകൾ ഒത്തുകൂടിയത്. എന്നാൽ ഇവരുടെ അമ്മ എതിർത്തതിനെ തുടർന്ന് തൊട്ടടുത്ത ഒഴിഞ്ഞ വീട്ടിൽ ആഘോഷം ആരംഭിച്ചു. ആഘോഷത്തിനിടെ സംഘാംഗങ്ങൾ തമ്മിൽ പരസ്പരം തല്ലുണ്ടായി. പുലർച്ചെയോടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ അൽത്താഫ്, അഹദ് എന്നിവർ അമ്മയെ ഭീഷണിപ്പെടുത്തി. ഇതേ തുടർന്ന് ഇവർ പോലീസിന് വിവരമറിയിച്ചു. ആദ്യം പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ലഹരി ഉപയോഗം മൂലം മക്കൾ ആക്രമിക്കുമെന്ന ഭയം ഉണ്ടെന്ന് അമ്മ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഈ സമയം മറഞ്ഞിരുന്ന മറ്റ് ഗുണ്ടകൾ സ്ഥലത്തെത്തി പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. 3 പോലീസ് ജീപ്പുകളാണ് അക്രമികൾ തകർത്തത്. ആക്രമണത്തിൽ പരിക്കേറ്റ 4 പോലീസ് ഉദ്യോഗസ്ഥരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 15 പേരടങ്ങുന്ന സംഘമാണ് പോലീസിനെ ആക്രമിച്ചതെന്നാണ് വിവരം. സംഭവത്തിൽ മുഹമ്മദ് അൽത്താഫ്, അൽ അഹദിൻ, ഇവൻ ആന്റണി, ബ്രഹ്മജിത്ത്, ആഷിൻ ആന്റണി, ഷാർബൽ എന്നിവരാണ് പിടിയിലായത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. പോലീസിന്റെ പിടിയിലായ 6 പേർക്കും പരിക്കുണ്ട്. 3 നില വീട് കേന്ദ്രീകരിച്ച് ലഹരി സംഘം ക്ലബ്ബ് നടത്തിയിരുന്നുവെന്നും 30ഓളം പേർ അക്രമി സംഘത്തിലുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. മുർക്കനിക്കരയിൽ ദേശകുമ്മാട്ടിക്കിടെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് പിടിയിലായ ബ്രഹ്മജിത്തും ഇയാളുടെ ഇരട്ട സഹോദരനായ വിഷ്ണുജിത്തും. 2 വർഷം മുൻപ് കുമ്മാട്ടിക്കിടെ നൃത്തം ചെയ്യുമ്പോൾ കാലിൽ ചവിട്ടിയതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമായത്. തട്ടിക്കൊണ്ടുപോകലടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് ബ്രഹ്മജിത്ത്. തൃശൂർ ജില്ലയെ ഒരു കാലത്ത് ഭീതിയിലാഴ്ത്തിയിരുന്ന ഗുണ്ടാ ആക്രമണങ്ങൾ പോലീസ് പൂർണ്ണമായും അടിച്ചമർത്തിയിരുന്നു. ന്യൂസ് 18 തൃശൂർ. പോലീസിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ക്രിമിനൽ സംഘങ്ങൾക്കും ലഹരി മാഫിയയ്ക്കും വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. കാസർഗോഡ് രാജപുരം സ്റ്റേഷനിലെ പോലീസുകാരുടെ നീക്കങ്ങൾ ഇങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്. ലഹരി ചൂതാട്ട സംഘങ്ങൾ, മണൽ മാഫിയ, ഓൺലൈൻ ലോട്ടറി ഇടപാടുകാർ എന്നിവരാണ് ഈ ഗ്രൂപ്പുകളെ നിയന്ത്രിച്ചിരുന്നത്. രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് വിവരം ലഭിച്ചതോടെ പോലീസ് ശക്തമായ നടപടി തുടങ്ങി. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് ഗ്രൂപ്പ് അഡ്മിന്മാർ ഉൾപ്പെടെ 7 പേരെ അറസ്റ്റ് ചെയ്തു. പോലീസിനെയും മറ്റു വകുപ്പുകളെയും നിരീക്ഷിച്ച് വാട്സാപ്പിലൂടെ വിവരങ്ങൾ കൈമാറുന്ന സംഘങ്ങൾക്കെതിരെയുള്ള ആദ്യ കേസാണിത്. കേരള കർണാടക അതിർത്തി സ്റ്റേഷനായ രാജപുരത്താണ് പോലീസിനെയും മറ്റ് വകുപ്പുകളെയും നിരീക്ഷിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഫാമിലി എന്ന പേരുള്ള ഗ്രൂപ്പിൽ ലഹരി സംഘങ്ങൾ
മണൽ മാഫിയ, ഓൺലൈൻ ലോട്ടറി, ചൂതാട്ട സംഘങ്ങൾ എന്നിവരാണ് അംഗങ്ങളായുള്ളത്. 4 പേർ അഡ്മിന്മാരാണ്. കേസിൽ അഡ്മിന്മാർ ഉൾപ്പെടെ 7 പേരെ രാജപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് അയച്ച ഇവരിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തി. നിലവിൽ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സൈബർ ഫോറൻസിക് വിഭാഗങ്ങളുടെ സഹായത്തോടെ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. പനത്തടി കുറിഞ്ഞി സ്വദേശി സതീഷാണ് ഗ്രൂപ്പിന്റെ പ്രധാന അഡ്മിൻ. ഇയാളെ പിടികൂടാനായിട്ടില്ല. വാട്സാപ്പ് ഗ്രൂപ്പിൽ 80 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ പലരും നിരവധി കേസുകളിലെ പ്രതികളാണ്. മെസ്സേജുകൾ കൈമാറിയ 16 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇവരുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് തന്നെ പോലീസിനെയും മറ്റ് വകുപ്പ് അധികൃതരെയും നിരീക്ഷിച്ച് വിവരങ്ങൾ വാട്സാപ്പ് വഴി കൈമാറുന്ന സംഘത്തിനെതിരെയുള്ള ആദ്യ കേസ് കൂടിയാണിത്. ഇത്തരത്തിൽ കൂടുതൽ ഗ്രൂപ്പുകളുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കോഡ് വാക്കുകളെ കൂടാതെ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ചില കോഡുകളും പുറത്തു വന്നിട്ടുണ്ട്. റവന്യൂ സംഘങ്ങൾക്ക് റോഡിലിറങ്ങിയാൽ യാത്രക്കാരുണ്ടെന്നും ട്രാൻസ്പോർട്ട് വിഭാഗത്തിന്റെ വാഹനം ശ്രദ്ധയിൽപ്പെട്ടാൽ ചാകര വന്നെന്നുമാണ് ഗ്രൂപ്പിൽ അറിയിക്കുക. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജീപ്പ് പുറപ്പെട്ടാൽ വീട്ടിൽ നിന്ന് ജനകീയമിറങ്ങിയെന്നും മാവോയിസ്റ്റ് ഭീഷണിയുള്ള സ്റ്റേഷനിലെ ഗൂർഖ പോലീസ് വാഹനം ഇറങ്ങിയാൽ ബുള്ളറ്റുമായി ലീഡറും ഇറങ്ങിയിട്ടുണ്ടെന്നുമാണ് കോഡ്. പഴയ പോലീസ് വാഹനം പെട്രോളിങ്ങിന് ഇറങ്ങിയാൽ പാട്ടയും റോഡിലുണ്ടെന്നാണ് കോഡ്. ന്യൂസ് 18 കാസർഗോഡ്. ബസ് യാത്രക്കാരായ പെൺകുട്ടികളോടും യുവതികളോടും മോശമായി പെരുമാറുന്ന ചില കണ്ടക്ടർമാരുണ്ട്. ടിക്കറ്റ് നൽകാനെത്തുമ്പോൾ മുട്ടലും ഉരുമലും, അതിനിടെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ. പലരും ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കും. എന്നാൽ കൊല്ലം പുനലൂരിലെ സ്കൂൾ വിദ്യാർത്ഥിനി ബസ്സിൽ വെച്ചുണ്ടായ ദുരനുഭവം അധ്യാപികയോട് തുറന്നു പറഞ്ഞു. പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയ KSRTC കണ്ടക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ KSRTC ഡിപ്പോയിലെ കണ്ടക്ടർ കുന്നിക്കോട് സ്വദേശി അജയ് ഘോഷാണ് പിടിയിലായത്. കഴിഞ്ഞ 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനു വേണ്ടി പുനലൂർ ചക്കുവരയ്ക്കൽ റൂട്ടിലോടുന്ന KSRTC ബസ്സിൽ കയറിയതാണ് വിദ്യാർത്ഥിനി. കോട്ടവട്ടം കഴിഞ്ഞപ്പോൾ ബസ്സിൽ വെച്ച് കണ്ടക്ടർ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. വീട്ടിൽ എത്തിയ വിദ്യാർത്ഥിനി സ്കൂളിലെ തന്റെ അധ്യാപികയെ വിളിച്ച് വിവരം പറയുകയായിരുന്നു. തുടർന്ന് അധ്യാപിക കുന്നിക്കോട് പോലീസിൽ വിവരം അറിയിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിദ്യാർത്ഥിനിയുടെ മൊഴി രേഖപ്പെടുത്തി. തുടർന്നാണ് പുനലൂർ KSRTC ഡിപ്പോയിലെ കണ്ടക്ടർ കുന്നിക്കോട് ചക്കുവരയ്ക്കൽ സ്വദേശി 53 വയസ്സുള്ള അജയ് ഘോഷിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. പത്തനംതിട്ടയിൽ ഹൈക്കോടതി അഭിഭാഷകൻ ഉൾപ്പെട്ട പോക്സോ കേസ് പോലീസ് ഉന്നതതലത്തിൽ അട്ടിമറിച്ചതാണ്. പീഡനത്തിനിരയായ പെൺകുട്ടി കോന്നി പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാതെ പ്രതിക്ക് രക്ഷപ്പെടാൻ സൗകര്യമൊരുക്കി. പിന്നീട് കേസ് ആറന്മുള പോലീസിന് കൈമാറിയെങ്കിലും അതും അട്ടിമറിച്ചു. ഒടുവിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തും ഗുരുതരമായ വീഴ്ചയുണ്ടായി. DIGയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച കണ്ടെത്തൽ. സംഭവത്തിൽ പത്തനംതിട്ട SP വിനോദ് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. ഹൈക്കോടതി അഭിഭാഷകനായ നൌഷാദ് തോട്ടത്തിൽ പ്രതിയായ പോക്സോ കേസ് അന്വേഷണം പോലീസ് അട്ടിമറിച്ചതായാണ് DIG അജിത ബീഗം ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ടിലെ കണ്ടെത്തൽ. സംഭവത്തിൽ അന്വേഷണം നടത്തിയ SP അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി. ആദ്യം പെൺകുട്ടി കോന്നി പോലീസിൽ പരാതി നൽകിയെങ്കിലും 3 മാസം വരെ കേസെടുക്കാതെ പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയതിനാണ്
കോന്നി DSP രാജപ്പൻ റാവുത്തർ, SHO ശ്രീജിത്ത് എന്നിവരെ സംഭവത്തിൽ അന്വേഷണ വിധേയമായി ആദ്യം സസ്പെൻഡ് ചെയ്ത്. പിന്നീട് കേസ് ആറന്മുള പോലീസിന് കൈമാറിയെങ്കിലും പത്തനംതിട്ട DSP S നന്ദകുമാറും ആറന്മുള SHO പ്രവീണും നടപടിയെടുക്കാതെ അട്ടിമറിച്ചു. പ്രതി നൌഷാദിനെ അറസ്റ്റ് ചെയ്യാൻ സാഹചര്യമുണ്ടായിട്ടും നടപടിയെടുക്കാതെ പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കി. കേസിന്റെ മേൽനോട്ടം വഹിച്ച പത്തനംതിട്ട SP വിനോദ് കുമാറിനും കേസിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് കണ്ടെത്തൽ. പോലീസിന്റെ സഹായം പ്രതിക്ക് ലഭിച്ചതോടെ സുപ്രീം കോടതിയിൽ നിന്നും അറസ്റ്റ് തടയാൻ ഇടക്കാല ജാമ്യം പ്രതി നൌഷാദിന് ലഭിച്ചതുമാണ് പോലീസിനെതിരെയുള്ള വീഴ്ചകളായി കണ്ടെത്തിയിരിക്കുന്നത്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയതിന് CWC ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. നമ്മുടെ കുട്ടികൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ടോ? അതിലൊളിഞ്ഞിരിക്കുന്ന ചതി മക്കളുടെ ജീവിതം പോലും തകർത്തേക്കാം. തിരുവനന്തപുരത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട 13-കാരിയെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരിയുടെ കൺമുന്നിൽ വെച്ചാണ് യുവാവ് പീഡനത്തിനിരയാക്കിയത്. 1 വർഷം മുൻപ് നടന്ന സംഭവത്തിൻ്റെ നടുക്കത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങളും കുടുംബവും ഇപ്പോഴും വിമുക്തരായിട്ടില്ല. അതിനിടെ കേസിലെ പ്രതിയായ 18-കാരന് 30 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. കൊല്ലം ഉമയന്നൂർ സ്വദേശി അഫ്സൽ ഒരു രീതിയിലും ദയ അർഹിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ശിക്ഷ വിധിച്ചത്. പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് കൊല്ലം ഉമയന്നൂർ സ്വദേശി അഫ്സലിനെ 30 വർഷം കണ്ണുതടവിന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ പോക്സോ കോടതി ജഡ്ജി MB ഷിബു ശിക്ഷിച്ചത്. 2024 കേസിനാസ്പദമായ സംഭവം. 13 വയസ്സുള്ള പെൺകുട്ടിയുമായി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്രതി പെൺകുട്ടിയുടെ വീടിന്റെ ലൊക്കേഷൻ കൈവശപ്പെടുത്തി. തുടർന്ന് 8 വയസ്സുള്ള അനുജത്തി മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയം അതിക്രമിച്ചു കയറി 13-കാരിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. പ്രതി യാതൊരു വിധത്തിലുള്ള ദയയും അർഹിക്കുന്നില്ല എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. ജാമ്യം നൽകാതെയാണ് അതിവേഗം വിചാരണ പൂർത്തിയാക്കി പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. നൃത്തപഠനത്തിനെത്തിയ 7 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് നൃത്താധ്യാപകനായ കൊല്ലം തുളസിമുക്ക് സ്വദേശി സുനിൽകുമാറിനെ തിരുവനന്തപുരം അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 52 കൊല്ലം കണ്ണുതടവും 3.25 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ 3.5 വർഷം വെറുന്തടവ് അനുഭവിക്കണം. പിഴത്തുക കുട്ടിക്ക് നൽകാനും കോടതി വിധിച്ചു. പ്രതിയുടെ ഭീഷണിയെ തുടർന്ന് കുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. അനുജനെയും നൃത്തം പഠിപ്പിക്കാൻ വിടാൻ വീട്ടുകാരൊരുങ്ങിയപ്പോഴാണ് പീഡന വിവരം കുട്ടി പുറത്തു പറഞ്ഞത്. 12 വയസ്സുള്ള മറ്റൊരു കുട്ടിയെ പീഡിപ്പിച്ച കേസിലും സുനിൽകുമാർ പ്രതിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളും സ്ത്രീകളും ഒട്ടും സുരക്ഷിതരല്ലാത്ത കാലമാണിത്. എവിടെയും അക്രമികൾ പതിയിരിക്കുന്നുണ്ട്. തക്കം കിട്ടിയാൽ അവർ ആക്രമിക്കും. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഭിന്നശേഷിയുള്ള 22-കാരിയെ പീഡിപ്പിച്ചത് അയൽവാസിയാണ്. വീട്ടിൽ ആളില്ലായിരുന്നപ്പോഴാണ് പ്രതി ചുരുളി സ്വദേശി ജോയി കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ തൊടുപുഴയിൽ നിന്നും പിടികൂടി. ഭിന്നശേഷിയുള്ള 22-കാരിക്ക് സംസാരിക്കാനും കഴിയില്ല. യുവതിയുടെ മാനസിക ശാരീരിക അവസ്ഥ മുതലെടുത്താണ് പ്രതി പലതവണ പീഡനത്തിന് ഇരയാക്കിയത്. യുവതിയുടെ മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഞ്ഞിക്കുഴി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. ചേലച്ചുവട് ചുരുളി സ്വദേശിയായ 68-കാരനായ ജോയിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഞ്ഞിക്കുഴി സർക്കിൾ ഇൻസ്പെക്ടർ G. അനൂപിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. SI നിസാർ, അനീഷ് MR, അനീഷ് NS എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് ജോയിയെ പിടികൂടിയത്.
ഇയാൾ സമാനമായ കുറ്റകൃത്യങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 ഇടുക്കി. കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനിയായ 24-കാരി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് പുറത്ത്. അതിജീവിതയുടെ കഴുത്തിലും നെഞ്ചിലും മുറിവേറ്റ പാടുകളുണ്ടെന്ന് മെഡിക്കൽ പരിശോധനയിൽ വ്യക്തമായി. അതേസമയം സ്വകാര്യ ഭാഗങ്ങളിൽ പുറമേ പരിക്കുകളില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഫോറൻസിക് പരിശോധനാ ഫലം ഇനി ലഭിക്കാനുണ്ട്. കേസിൽ ഇതുവരെയും സഹപാഠികൾ ഉൾപ്പെടെ 4 പേരാണ് അറസ്റ്റിലായത്. ലോ കോളേജിലെ ഗാർഡ് റൂമിലാണ് പീഡനം നടന്നത്. അഭിഭാഷകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ മനോജിത് മിശ്ര, വിദ്യാർത്ഥികളായ പ്രമിത് മുഖർജി, സൈബ് അഹമ്മദ്, ക്യാമ്പസിലെ സുരക്ഷാ ജീവനക്കാരൻ പിനാകി ബാനർജി എന്നിവരാണ് അറസ്റ്റിലായവർ. മനോജിത് മിശ്രയാണ് കേസിലെ പ്രധാന പ്രതി. ഇയാൾക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്നിരുന്നു. മനോജിത് മിശ്ര മാത്രമാണ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതെങ്കിലും കൂട്ടബലാത്സംഗമായാണ് കേസ് പരിഗണിക്കുന്നത്. പെൺകുട്ടിയോട് ഇയാൾ വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നു. ആവശ്യം നിരസിക്കപ്പെട്ടതോടെയാണ് ബലാത്സംഗം ചെയ്തത്. പ്രമിത് മുഖർജിയും സൈബ് അഹമ്മദും കൃത്യം നടന്ന ഗാർഡ് റൂമിന് വെളിയിൽ കാവൽ നിന്നു. ഭീഷണിയിലും ആക്രമണത്തിലും ഭയന്ന പെൺകുട്ടിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവുകയും ഇൻഹേലർ ആവശ്യമായി വരികയും ചെയ്തു. ഇതോടെ ഉള്ളിലെത്തിയ പ്രമിതും സൈബും ഇൻഹേലർ എത്തിച്ചു നൽകി. തുടർന്ന് പെൺകുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ 3 പേരും ചേർന്ന് പിടികൂടുകയും മനോജിത് മിശ്ര കുട്ടിയെ ബലാത്സംഗം ചെയ്യുകയുമായിരുന്നാണ് കേസ്. സമയം മറ്റു 2 പേരും നോക്കി നിന്നാണ് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. ഹോക്കി സ്റ്റിക്ക് കൊണ്ട് മർദ്ദിച്ചെന്നും പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുള്ളതായി എഫ്ഐആർ വ്യക്തമാക്കുന്നു. അതിജീവിതയുടെ കഴുത്തിലും നെഞ്ചിലും ഉരഞ്ഞ പാടുകളുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം സ്വകാര്യ ഭാഗത്തോ വായിലോ പുറമേ പരിക്കുകളില്ല. ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കുന്നതോടെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. കൊൽക്കത്ത. കാസർഗോഡ് ഷൂസ് ധരിച്ചെത്തിയതിന്റെ പേരിൽ +1 വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവം അതീവ ഗൗരവമുള്ളതാണ്. സ്കൂളിലെ കുറ്റവാളികൾക്കെതിരെ കർശന നടപടിക്കൊരുങ്ങുകയാണ് പോലീസ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ +2 വിദ്യാർത്ഥികളായ 6 പേർക്കെതിരെ റാഗിംഗ് നിരോധന നിയമപ്രകാരം കേസെടുത്തു. സമാനമായ മറ്റൊരു കേസിൽ കൂടി റാഗിംഗ് വകുപ്പ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇരു കേസുകളിലും പ്രതികളായ 9 +2 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ആദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷൂസ് ധരിച്ചെത്തിയ +1 വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയും ദേഹത്ത് ഡസ്കിട്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് റാഗിംഗ് വകുപ്പ് പ്രകാരം ആദൂർ പോലീസ് കേസെടുത്തത്. +2 വിദ്യാർത്ഥികളായ 6 പേർക്കെതിരെയാണ് കേസ്. റാഗിങ്ങിനെതിരായ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ജൂൺ 20-നാണ് കേസിനാസ്പദമായ സംഭവം. ക്ലാസ് മുറിയിലും ബസ് സ്റ്റോപ്പ് പരിസരത്തും നടന്ന ക്രൂരമായ മർദ്ദനത്തെക്കുറിച്ച് +1 വിദ്യാർത്ഥി ഭയം കാരണം പുറത്തു പറഞ്ഞിരുന്നില്ല. എന്നാൽ 2 ദിവസത്തിന് ശേഷം കഴുത്തുവേദന അനുഭവപ്പെട്ടതോടെയാണ് മർദ്ദനത്തിന് ഇരയായ കാര്യം പുറത്തു പറഞ്ഞത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം പ്രിൻസിപ്പലിനും ആദൂർ പോലീസിലും പരാതി നൽകി. സ്കൂളിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കേസെടുത്തത്. ഷൂസ് ധരിച്ച് ക്ലാസ്സിലെത്തിയതിന്റെ വിരോധത്തിലാണ് +1 വിദ്യാർത്ഥിയെ ക്രൂരമായി റാഗിങ്ങിന് ഇരയാക്കിയതെന്നാണ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ഇതേ തുടർന്നാണ് ആന്റി റാഗിംഗ് വകുപ്പ് ചേർത്ത് 6 +2 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തത്. സമാനമായ മറ്റൊരു സംഭവത്തിൽ ആദൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ റാഗിങ്ങിനെതിരായ വകുപ്പുകൾ കൂടി ചേർത്തു. ഷൂസ് ധരിച്ച് ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയും ബെഞ്ച് ദേഹത്തിട്ട് കയ്യേല് പൊട്ടിച്ചുവെന്നുമാണ് കേസ്. ഇരു കേസുകളിലും പ്രതികളായ 9 +2 വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ ക്ലാസ്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ന്യൂസ് 18
കാസർഗോഡ്. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗുരുതര കണ്ടെത്തലുമായി വിദ്യാഭ്യാസ വകുപ്പ്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. മാർക്ക് അടിസ്ഥാനത്തിൽ ക്ലാസ് മാറ്റിയിരുത്തിയത് ചട്ടവിരുദ്ധമെന്നും ഡിവിഷൻ മാറ്റിയ ദിവസം തന്നെയാണ് 9ാം ക്ലാസ്സുകാരി ആശിർ നന്ദ ആത്മഹത്യ ചെയ്തതെന്നും റിപ്പോർട്ടിലുണ്ട്. പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് കൈമാറി. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ റിപ്പോർട്ടിലുള്ളത്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ക്ലാസ് മാറ്റിയിരുത്തിയത് ചട്ടവിരുദ്ധമാണെന്ന് DDEയുടെ റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, ക്ലാസ് മാറ്റിയിരുത്തിയ അന്നു തന്നെയാണ് 9ാം ക്ലാസ്സുകാരി ആശിർ നന്ദ ആത്മഹത്യ ചെയ്തത്. മാർക്ക് കുറഞ്ഞാൽ തരം താഴ്ത്തുന്നതിന് സമ്മതമാണെന്നുള്ള കത്ത് രക്ഷിതാക്കളിൽ നിന്ന് സ്കൂൾ അധികൃതർ നിർബന്ധപൂർവ്വം ഒപ്പിട്ടുവാങ്ങി. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ മാനേജ്മെന്റിനും അധ്യാപകർക്കും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ആശിർ നന്ദയുടെ മാതാപിതാക്കൾ, സ്കൂളിലെ സഹപാഠികൾ, അധ്യാപകർ എന്നിവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ ഓഫീസർ റിപ്പോർട്ട് തയ്യാറാക്കിയത്. പാലക്കാട് DDE നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും കൈമാറി. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും നിർദ്ദേശം നൽകിയിരുന്നു. CBSE സ്കൂളുകളിൽ വലിയ രീതിയിലുള്ള പീഡനം നടക്കുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്ന് ബാലാവകാശ കമ്മീഷനും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 പാലക്കാട്. കുട്ടിക്കാലത്ത് പെൻസിലും പേനയും ഒക്കെ മോഷ്ടിക്കുന്ന ചില വികൃതി പിള്ളേരുണ്ട്. എന്നാൽ മക്കൾ ഇതുപോലുള്ള ചെറിയ കവർച്ചയൊക്കെ നടത്തുമ്പോൾ മാതാപിതാക്കൾ അവരെ പറഞ്ഞു തിരുത്തണം. ഇല്ലെങ്കിൽ ഭാവിയിൽ അവർ വലിയ കള്ളന്മാരായി മാറിയേക്കാം. സ്വന്തം വീട്ടിൽ നിന്ന് പോലും പണവും സ്വർണവും ഒക്കെ മോഷ്ടിക്കാം. ഇടുക്കി അടിമാലിയിൽ 15-കാരൻ വീട്ടിൽ നിന്ന് സ്വർണം കവർന്ന സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മകൻ്റെ കള്ളത്തരം പിടിക്കപ്പെട്ടത്. 10ാം ക്ലാസ്സുകാരൻ വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച് ഒരു സുഹൃത്തിന് കൈമാറുകയായിരുന്നു. കേസിൽ സുഹൃത്ത് ആശിഷിനെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. അടിമാലി മന്നാങ്കാലയിൽ താമസിക്കുന്ന ആശിഷാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അടിമാലി പോലീസിന്റെ പിടിയിലായത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം കാണാതായതിനെ തുടർന്ന് 200 ഏക്കർ സ്വദേശിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പരാതിക്കാരിയുടെ 15-കാരനായ മകൻ വീട്ടുകാരറിയാതെ സ്വർണം കൈക്കലാക്കി ആശിഷിന് നൽകുകയായിരുന്നു. 2 ദിവസങ്ങളിലായി 24 ഗ്രാം സ്വർണമാണ് വീട്ടുകാരറിയാതെ കൈമാറിയത്. സ്വർണം ആശിഷ് 2 ലക്ഷം രൂപയ്ക്ക് അടിമാലിയിലെ ജൂവലറിയിൽ വിൽപ്പന നടത്തി. ഇതിൽ 60,000-ഓളം രൂപ 15-കാരന് നൽകിയതായി പോലീസ് പറഞ്ഞു. ബാക്കി തുക എന്ത് ചെയ്തെന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതി വിൽപ്പന നടത്തിയ സ്വർണം ജൂവലറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ തിരികെ കണ്ടെടുത്തു. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് ഓങ്ങല്ലൂരിൽ മോഷണം തുടർക്കഥയാകുന്നു. അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ചാണ് കവർച്ച നടക്കുന്നത്. മഞ്ഞളുങ്ങൽ സ്വദേശി മുരളീധരൻ്റെ വീട് കുത്തി തുറന്ന് പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കവർന്നു. മുൻവാതിലിൻ്റെ പൂട്ട് തകർത്തായിരുന്നു കവർച്ച. എന്നാൽ പ്രദേശത്ത് മോഷണം പതിവായിട്ടും പോലീസ് ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം. ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങൽ പേരോക്കര ശ്രീസദനിൽ മുരളീധരന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മുരളീധരനും കുടുംബവും ചെന്നൈയിലാണ് താമസം. രാവിലെ വീട് വൃത്തിയാക്കാൻ ജോലിക്കാരി എത്തിയപ്പോൾ വാതിൽ കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തി. തുടർന്ന് അയൽക്കാർ വിവരമറിയിച്ചു.
പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് മോഷണം സ്ഥിരീകരിച്ചത്. മുൻവാതിലിന്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു. മുറികളിലെ അലമാരകൾ കുത്തിത്തുറന്ന് സാധനങ്ങൾ വലിച്ചുവാരിയിട്ടിരുന്നു. അലമാരയിൽ സൂക്ഷിച്ച 8000 രൂപയും നിലവിളക്കുകളും ബാത്റൂമുകളിലെ സ്റ്റീൽ പൈപ്പുകളും നഷ്ടമായി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രദേശത്ത് മോഷണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. സാമൂഹ്യ ഭീകരരുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരം പാറശാല നിവാസികൾ. ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങി കഴിച്ച ശേഷം ഉടുതുണി പോലുമില്ലാതെ അഴിഞ്ഞാടുന്ന മദ്യപ സംഘങ്ങൾ നാട്ടുകാർക്ക് വലിയ തലവേദനയാണ്. പെൺകുട്ടികളും സ്ത്രീകളും അടക്കുന്ന വീടുകളുടെയും കടകളുടെയും മുന്നിൽ നഗ്നതാ പ്രദർശനവുമുണ്ട്. പാറശാല ജംഗ്ഷനിൽ ഇത്തരക്കാരുടെ ശല്യം ദിനംപ്രതി വർദ്ധിച്ചിട്ടും അധികൃതർ മൗനം പാലിക്കുന്നതായാണ് ആക്ഷേപം. പാറശാല ജംഗ്ഷന് വെളിപ്പാടകലെയുള്ള മദ്യവിൽപ്പനശാലകളിൽ നിന്ന് മദ്യം കഴിച്ച ശേഷം ഉടുതുണിയില്ലാതെയാണ് അഴിഞ്ഞാട്ടം. പാറശാല സ്വദേശിയായ 50-കാരനെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. സ്ത്രീകൾ മാത്രമുള്ള കടകൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുന്നതും അസഭ്യം പറയുന്നതും അശ്ലീല ചേഷ്ടകൾ കാണിക്കുന്നതും പതിവാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബസ് കാത്തു നിൽക്കാറുള്ള സ്ഥലമാണ് ഇത്. കഴിഞ്ഞ ദിവസം പാമ്പിനെ തല്ലിക്കൊന്ന് കഴുത്തിലൂടെയിട്ട് മണിക്കൂറുകളോളം പരിഭ്രാന്തി സൃഷ്ടിച്ച സംഭവവും ഉണ്ടായി. വ്യാപാരികളും യാത്രക്കാരും പാറശാല പോലീസിൽ പലതവണ വിളിച്ചു പറഞ്ഞിട്ടും ഇത്തരക്കാർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് പരാതിയുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നെയ്യാറ്റിൻകരയിൽ അളവിൽ കവിഞ്ഞ വിദേശ നിർമ്മിത മദ്യവുമായി ഗുണ്ടാ നേതാവ് പിടിയിൽ. വിവിധ സ്റ്റേഷനുകളിലായി 30-ലധികം കേസുകളിലെ പ്രതിയായ പൂവാർ സ്വദേശി ജോണിയെയാണ് കാഞ്ഞിരംകുളം പോലീസ് പിടികൂടിയത്. പൂട്ടിക്കിടന്ന സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് മോട്ടോറുകൾ ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികൾ കവർന്ന 2-അംഗ സംഘം പൊഴിയൂരിൽ പിടിയിൽ. പിടിയിലായത് കൊല്ലങ്കോട് സ്വദേശി ബർഷിൻ, കാരക്കോണം സ്വദേശി അരുൺ എന്നിവർ. കൊല്ലം നഗരത്തിൽ കഞ്ചാവ് ചെടികൾ പിടികൂടി. ഇരവിപുരം വള്ളക്കടവ് സുനാമി ഫ്ളാറ്റിൽ താമസിക്കുന്ന ശ്യാംലാൽ കസ്റ്റഡിയിൽ. മണ്ണാർക്കാട് കഞ്ചാവുമായി എത്തിയ ഇതര സംസ്ഥാനക്കാരനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പിടിയിലായത് ബംഗാൾ സ്വദേശി മുഹമ്മദ് സാദുജൽ ഹക്കീം. പാലക്കാട് വാണിയംകുളത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പിടിയിൽ. ഫീൽഡ് അസിസ്റ്റന്റ് ഫസൽ പിടിയിലായത് തണ്ടപ്പർ സർട്ടിഫിക്കറ്റിന് കൈക്കൂലി വാങ്ങവേ. വടക്കാഞ്ചേരി ഗണപതി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ കവർച്ച നടത്തിയ ആൾ പിടിയിൽ. പിടിയിലായത് 50-ലധികം മോഷണ കേസുകളിലെ പ്രതിയായ കൊല്ലം പുത്തൻവിള സ്വദേശി പ്രൊഫസർ എന്ന് വിളിക്കുന്ന നജ്മുദ്ദീൻ. സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുന്നത് എത്ര മനോഹരല്ലേ. എന്നാൽ ഇക്കാലത്ത് നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ പോലും വഴക്കിടുന്നവരാണ് നമ്മളൊക്കെ. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ചില വാക്കുകളാകാം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളാകാം പല പ്രശ്നങ്ങൾക്കും പിന്നിൽ. അതിൻ്റെ പേരിൽ നാളുകളായി മിണ്ടാത്തവരുണ്ട്. ആ പക വളർന്നു കഴിയുമ്പോൾ പ്രതികാര മനോഭാവമാകും. ഒരുപക്ഷെ അത് പകവിട്ടലിലും അക്രമത്തിലുമൊക്കെ കലാശിക്കാം. ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന വഴക്കും തർക്കവുമൊക്കെയാണ് പല അനിഷ്ട സംഭവങ്ങളിലേക്ക് നയിക്കുന്നത്.
ആരോടെങ്കിലും ഒക്കെ വിരോധമുണ്ടെങ്കിൽ അവരുമായി രമ്യതപ്പെടുന്നതല്ലേ നല്ലത്? എന്തിനാണ് വെറുപ്പ് മനസ്സിലിട്ട് നടന്ന് മനസ്സ് അശുദ്ധമാക്കുന്നത്? ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.